ഹലോ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. പൂക്കൂടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വെള്ള റോസാപ്പൂക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മനോഹരമായ വെള്ള റോസാപ്പൂക്കൾ. എങ്ങനെയാണ് അവ ഉണ്ടാക്കിയെടുത്തതെന്നും മനോഹരമായി അറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്നും നമുക്ക് കാണാം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് മനോഹരമായി അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഈ വെള്ള റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ടിഷ്യൂ പേപ്പറാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇതുപോലെ നീളത്തിൽ ഒരു പീസ് മുറിച്ചെടുത്ത് ഇങ്ങനെ മടക്കി ചെറുതാക്കി എടുത്തതിന് ശേഷം അത് സമമായി രണ്ടായി മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോ പീസ് എടുത്ത് അതിൻ്റെ അഗ്രഭാഗം യു ഷേപ്പിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം. രണ്ട് പീസും അതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇനി അത് നിവർത്തിയെടുത്തതിന് ശേഷം ഓരോ പെറ്റൽസും നമുക്ക് റൈറ്റ് സൈഡ് ഒന്ന് ചുരുട്ടിയെടുക്കാം. 1, 2, 3 ഇങ്ങനെ 3 എണ്ണം വിട്ടതിന് ശേഷം 4ാമത്തെ പെറ്റൽ മുതൽ നമുക്ക് റൈറ്റ് സൈഡ് ചുരുട്ടാൻ തുടങ്ങാം. ഒരു കമ്പി കൊണ്ട് ഇതുപോലെ റൈറ്റ് സൈഡ് അതിലേക്ക് ചേർത്ത് വെച്ചൊന്ന് ചുറ്റിയാൽ മാത്രം മതി. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അങ്ങനെ എല്ലാ പെറ്റൽസും 3 പെറ്റൽസ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമുക്ക് ചുരുട്ടിയെടുക്കാം. രണ്ടാമത്തെ പീസ് എടുക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ നമുക്ക് ചുരുട്ടിയെടുക്കണം. കാരണം ആദ്യം നമ്മൾ ചുരുട്ടി വെച്ചതിൻ്റെ കണ്ടിന്യൂഷനായി വേണം നമുക്കിത് കമ്പിയിൽ ചുറ്റി കൊടുക്കാൻ. അതുകൊണ്ട് രണ്ടാമത്തെ പീസ് എടുക്കുമ്പോൾ എല്ലാ പെറ്റൽസും ഇതുപോലെ റൈറ്റ് സൈഡ് ചുരുട്ടി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ആദ്യം നമ്മൾ റൈറ്റ് സൈഡ് ചുരുട്ടി വെച്ച പീസ് ആദ്യം എടുത്ത് ആദ്യത്തെ പെറ്റലിൽ അല്പം ഫെവിക്കോൾ തേച്ചതിന് ശേഷം ആ കമ്പി അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ചുറ്റിയെടുക്കാം. സോഫ്റ്റായി ആ കമ്പിയിൽ ആദ്യം ചുറ്റി കൊടുക്കാം. ടൈറ്റ് ആക്കരുത്, വളരെ സോഫ്റ്റായി ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ പെറ്റൽസ് ഒന്ന് റൗണ്ടായി ഇരിക്കുന്നതിന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇങ്ങനെ പതിയെ പതിയെ ചുറ്റി ആദ്യത്തെ പീസ് കഴിയുമ്പോൾ അതിലേക്ക് മറ്റേ പീസ് കൂടി അറ്റാച്ച് ചെയ്ത് അതും ചുറ്റിയെടുക്കണം. ഏകദേശം ഒരു റോസിൻ്റെ മുട്ട് പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ പീസ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻഡിലേക്ക് നമുക്ക് മറ്റേ പീസ് കൂടി വെച്ച് അങ്ങ് ചുറ്റി കൊടുക്കാം. ഫെവിക്കോൾ പുരട്ടണമെന്ന് നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് മാത്രം, കയ്യിലിരിക്കുന്നില്ല എങ്കിൽ മാത്രം ഫെവിക്കോൾ നമുക്ക് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ബാക്കിയും കൂടി ഇതിലേക്ക് നല്ല നമുക്ക് ഷേപ്പാക്കി കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് ചുറ്റി വരുമ്പം മനസ്സിലാകും. എങ്ങനെ വെച്ച് കൊടുത്താലാണ് ആ പെറ്റൽ ശരിക്കും ഷേപ്പായി വരിക എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഇത് മുഴുവനും ചുറ്റിത്തീരുമ്പോൾ ശരിക്കും ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പാവും. കംപ്ലീറ്റ് വിടർന്നിട്ടില്ലാത്ത റോസാപ്പൂവാണിത്. റോസ് ബഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊരു നൂല് ചുറ്റി ടൈറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കാലിക്സ് വയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പീസ് എടുത്ത് നമ്മളെല്ലാ പൂവിനും ചെയ്യാറുണ്ട്, കാലിക്സ് കട്ട് ചെയ്യാറുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കുന്നു. ഇങ്ങനെ കാലിക്സ് കട്ട് ചെയ്തെടുത്ത് അത് ഈ പൂവിന് എത്ര പെറ്റൽസ് അതിൽ നിന്ന് ആവശ്യമുണ്ടോ അത്ര വീതിക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പൂവിൻ്റെ ചുവട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഈ പൂവിൻ്റെ തണ്ടിൽ പച്ച നിറം കൂടെ ചുറ്റി നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ വെള്ള റോസാപ്പൂ റെഡിയായി. ഇനി നമുക്കിത് മനോഹരമായി അറേഞ്ച് ചെയ്തെടുക്കാം. എളുപ്പം വാടിപ്പോകാത്ത ഇത്തരം ഇലകൾ ഉപയോഗിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പൂക്കളെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. മനോഹരമല്ലേ? എളുപ്പമല്ലേ വെള്ള റോസാപ്പൂ ഉണ്ടാക്കാൻ? അപ്പം നിങ്ങളും ചെയ്യുക. മനോഹരമായ വെള്ള റോസാപ്പൂക്കളുടെ ഒരു ഫ്ലവർ വേസ് നിങ്ങളും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ വെള്ള നിറത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ നിറത്തിലും റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ബൈ.